നമസ്കാരം. ഡോക്ടറോട് ചോദിക്കാം പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളിന്ന് സംസാരിക്കുന്നത് യൂറോ ഓങ്കോളജി എന്ന ചികിത്സാ ശാഖയെക്കുറിച്ചാണ്. യൂറോ ഓങ്കോളജി വിഭാഗത്തിൽ ചികിത്സിക്കേണ്ടതായ അസുഖങ്ങളും അവയുടെ ലക്ഷണങ്ങളും ചികിത്സയുമാണ് വളരെ വിശദമായി നമ്മൾ ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കുന്നത്. തൃശ്ശൂർ അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ യൂറോ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ മിഥുൻ പി ഗോപാലകൃഷ്ണൻ ചേരുന്നു. ഡോക്ടർ സ്വാഗതം. നമസ്കാരം സർ. ഡോക്ടർ ഇപ്പോൾ സൂചിപ്പിച്ച പോലെ യൂറോ ഓങ്കോളജിസ്റ്റ് എന്ന നിലയിൽ ഈ ചികിത്സാ ശാഖയെ എങ്ങനെയാണ് വിശദമാക്കുക? എന്തെല്ലാം തരം അസുഖങ്ങളാണ് ഈ ചികിത്സാ ശാഖയുടെ പരിഗണനയിൽപ്പെടുന്നത്? നോക്കൂ, യൂറോളജി സംബന്ധമായ ക്യാൻസറുകൾ, അതായത് അഡ്രിനൽ ഗ്രന്ഥി, കിഡ്നി, മൂത്രാശയം അതായത് യൂറിനറി ബ്ലാഡർ, പിന്നെ മൂത്രക്കുഴൽ അതായത് യൂറിറ്റർ, പ്രോസ്റ്റേറ്റ്, പിന്നെ അതുപോലെ വൃഷ്ണങ്ങൾ, പിന്നെ പുരുഷലിംഗം എന്നിവയെ ബാധിക്കുന്ന ക്യാൻസറുകളാണ് യൂറോ ഓങ്കോളജി വിഭാഗത്തിൽ വരുന്നത്. ഡോക്ടർ, നമുക്ക് ചങ്ങനാശ്ശേരിയിൽ നിന്ന് റെജി എന്ന പ്രേക്ഷകനുണ്ട്. സർ സ്വാഗതം. ഡോക്ടറോട് ചോദിച്ചോളൂ. സാറേ, ഇതേ ഒരു മൂത്ര സംബന്ധമായിട്ട് മൂത്രം ഒഴിക്കുമ്പോഴത്തേക്ക് മൂത്രനാളം ഇങ്ങനെ തീർത്തു പോകുന്നുണ്ട് കുറെ നാളുകളായിട്ട്. കേൾക്കാവോ സാറേ? അപ്പൊ ഇത് വീർത്ത് കഴിയുമ്പോഴത്തേക്ക് ഇത് മൂത്രം പറയൂ. കേൾക്കാവോ സാറേ? ഒന്നുകൂടി പറയൂ. ഈ മൂത്രം പറഞ്ഞോളൂ. ഈ വീർത്ത് വരുന്നുണ്ട് മൂത്രനാളം വീർത്ത് വരുന്നുണ്ട്. വീർത്ത് വന്നു കഴിഞ്ഞിട്ട് ഈ മൂത്രം പോകാൻ ഭയങ്കര തടസ്സം. അപ്പൊ മൂത്രം കെട്ടിക്കടന്നിട്ട് ഭയങ്കര അസ്വസ്ഥത വരുന്നുണ്ട്. അപ്പൊ അതിന് ഈ മരുന്ന് കഴിക്കുമ്പോൾ മാറും, പിന്നെ അതുപോലെ തന്നെ ഉണ്ടാകുന്നു. അതിന്റെ സർജറി വല്ലതും ചെയ്താൽ മാറുന്നതാണ്. അത് ശരി. ഷുഗറോ അങ്ങനെ വല്ല അസുഖങ്ങളും ഉണ്ടോ? ഡയബറ്റീസ് അങ്ങനെ വല്ല അസുഖങ്ങളും ഉണ്ടോ? ഇല്ല, പ്രഷർ താഴ്ന്ന അസുഖമാണ്. പ്രഷർ മാത്രമേ ഉള്ളൂ. നോക്കൂ, മൂത്രം ഒഴിക്കുമ്പോൾ അത് ആ അറ്റത്ത് വീർത്ത് വരുന്നുണ്ടെങ്കിൽ ആ ഭാഗത്തെ തൊലി അടഞ്ഞു പോവുകയോ അങ്ങനെ മറ്റോ എന്തെങ്കിലും ആയിരിക്കാനാണ് സാധ്യത. അപ്പോൾ അതിനെ ഞങ്ങൾ ഫൈമോസിസ് എന്ന് പറയും. അപ്പോൾ ഒരു പ്രായം കഴിഞ്ഞിട്ടുള്ള ആളുകൾ, ഒരു ഡയബറ്റീസൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ സാധാരണ അങ്ങനെ വരാറുണ്ട്. അപ്പോൾ അതിന് നമ്മൾ സാധാരണ ഓപ്പറേഷൻ പോലെ ഒരു സർക്കംസിഷൻ പോലെ ആ ലിംഗാഗ്ര ചർമ്മം നീക്കം ചെയ്യുന്ന ഓപ്പറേഷനൊക്കെ ലഭ്യമാണ്. അത് എനിക്ക് തോന്നുന്നു അടുത്തുള്ള ഒരു യൂറോളജിസ്റ്റിനെ തീർച്ചയായിട്ടും കാണിച്ച് അത് പരിശോധിച്ച് അസുഖം എന്താണെന്ന് വ്യക്തത വരുത്തേണ്ടതാണ്. സർ, വിളിച്ചതിന് നന്ദി. വ്യക്തമായെന്ന് വിചാരിക്കുന്നു. ഡോക്ടർ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച യൂറോളജി സംബന്ധമായ ക്യാൻസറുകൾ നിർണ്ണയിക്കുന്ന ശാഖയാണിത്. അപ്പോൾ യൂറോളജി സംബന്ധമായ അസുഖങ്ങൾ എന്ന് പറയുമ്പോൾ വൃക്കകളുണ്ട്, പ്രോസ്റ്റേറ്റ് ഉണ്ട്, മൂത്രാശയ വ്യവസ്ഥയുണ്ട്. ഈ അവയവങ്ങളെല്ലാം ഏതാണ്ട് ഒരു ഭാഗത്ത് തന്നെയുള്ള അതായതുകൊണ്ട് ലക്ഷണങ്ങൾക്കും ഏതാണ്ട് സിമിലാരിറ്റി ഉണ്ടാവുമല്ലോ. ഡോക്ടർ, ഇപ്പോൾ വൃക്കകളെ ബാധിക്കുന്ന അർബുദമാണെങ്കിൽ അതിൻ്റെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്? നോക്കൂ, യഥാർത്ഥത്തിൽ വൃക്കകളെ ബാധിക്കുന്ന അർബുദം തുടക്കത്തിൽ വലിയ ലക്ഷണങ്ങളൊന്നും കാണിക്കില്ല. സാധാരണഗതിയിൽ നമ്മുടെ യൂറോ ഓങ്കോളജി ഒ പിയിൽ അത്തരം അസുഖങ്ങൾ വരുന്നത് മറ്റ് കാരണങ്ങൾക്ക് വേണ്ടി സ്കാൻ ചെയ്യുമ്പോൾ ഇൻസിഡൻ്റലി കണ്ടെത്തുന്ന, അതായത് മറ്റ് അസുഖങ്ങൾക്ക് വേണ്ടി നമ്മൾ ഓരോ സ്കാനോ മറ്റോ ചെയ്യുമ്പോൾ സാഹചര്യം കൊണ്ട് കണ്ടെത്തുന്ന കിഡ്നിയിലെ മുഴകളുമായിട്ടാണ് സാധാരണ അവർ ഒ പിയിൽ വരാറുള്ളത്. പക്ഷെ ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ വയറിൻ്റെ സൈഡിലുള്ള, അത് ഇടതോ വലതോ ആയിട്ടുള്ള സൈഡിലുള്ള വേദന, മൂത്രം ഒഴിക്കുമ്പോൾ രക്തം പോവുക, ഇതൊക്കെ ഇതിൻ്റെ ലക്ഷണമാകാം. പക്ഷേ കിഡ്നി ക്യാൻസർ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്റ്റേജിലാണ് മൂത്രത്തിലൂടെ രക്തം വരിക മറ്റൊക്കെ ഉണ്ടാകാറുള്ളത് സാധാരണ രീതിയിൽ. ഡോക്ടർ, നമുക്ക് അതിലേക്ക് വിശദമായി മടങ്ങിയെത്താം. മലപ്പുറത്ത് നിന്ന് അബ്ദുൾ സലാം എന്ന പ്രേക്ഷകനുണ്ട്. സർ സ്വാഗതം. ഡോക്ടറോട് സംസാരിച്ചോളൂ. അബ്ദുൾ സലാം കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ചോദിച്ചോളൂ. സാർ, എനിക്കൊരു 35 വർഷമായി മൂത്രത്തിന്റെ അസുഖം തുടങ്ങിയിട്ട്. ഹലോ, കേൾക്കുന്നുണ്ട്? ചോദിച്ചോളൂ. ഡോക്ടർ കേൾക്കുന്നുണ്ട്. ഹലോ സാർ, ഒരു 35-40 വർഷമായി മൂത്രത്തിന്റെ അസുഖം തുടങ്ങിയിട്ട്. ഞാനത് ഒരു 7 പ്രാവശ്യം സ്കാൻ ചെയ്തതിന് ഒരു പ്രാവശ്യം ഞാൻ മറ്റേ എക്സ്റേ എടുത്തിട്ടുണ്ട്. മൂത്രക്കാരത്തോട് ഒരു പ്രാവശ്യം. അത് ഈ ഒരു കുറഞ്ഞൊരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോഴത്തേന് എനിക്ക് രാത്രി വൈകുന്ന ഒരു ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ 7-8 പ്രാവശ്യം മൂത്രമൊക്കെ എനിക്ക് രാത്രി. ഞാൻ അതേമാതിരി നോമ്പ് കാലത്തും അതേമാതിരി. നോമ്പ് കാലത്ത് രാത്രി കുറവാണ്, പകൽ ഫുൾ ടൈമും മൂത്രമൊക്കെ ജോലി. ഹലോ,
മൂത്രം ഒഴിക്കുന്നതിന് ഇതിൽ മൂത്രം ഒഴിക്കുന്നതിന് വല്ല തടസ്സമോ മറ്റോ ഉണ്ടോ? മൂത്രം ഒരു നീരിന്റെ ഒരു നൂലിന്റെ വണ്ണത്തിൽ മൂത്രം പോരുള്ളൂ. അപ്പൊ ഡോക്ടറിനോട് പറഞ്ഞ മൂത്രസഞ്ചി വളരെ ചെറുതാണ്, മൂത്രം നിൽക്കാനുള്ള ബ്ലാഡറിൽ മൂത്രം നിൽക്കാത്തതുകൊണ്ടാണ് പറഞ്ഞത്. അത് ശരി. മൂത്രക്കുഴലിൽ ചുരുക്കമുണ്ടെന്ന് മറ്റോ പറഞ്ഞിരുന്നോ? മൂത്രക്കുഴലിൽ ചുരുക്കാണ് പറഞ്ഞത്. ചുരുക്കം 7 പ്രാവശ്യം സ്കാൻ ചെയ്ത് ഞാൻ പല ഡോക്ടർമാരെ. അത് ശരി. നോക്കൂ, മൂത്രക്കുഴലിലെ ചുരുക്കം അഥവാ യൂറിത്രൽ സ്ട്രക്ചർ എന്ന് പറയുന്ന അസുഖമാണെങ്കിൽ അതിന് ആക്ച്വലി മരുന്നില്ല. നമ്മളിപ്പോൾ സ്വയം ട്യൂബിട്ട് മൂത്രക്കുഴൽ വികസിപ്പിക്കുന്ന ഒരു രീതിയുണ്ട്. അതല്ലെങ്കിൽ ചില ഓപ്പറേഷനുകളും ലഭ്യമാണ്. ഒരു വിദഗ്ധ യൂറോളജിസ്റ്റിനെ കാണിച്ചിട്ട് അതിൻ്റെ കൃത്യമായിട്ടുള്ള രോഗനിർണയം നടത്തി ഓപ്പറേഷനോ മറ്റ് ചികിത്സാ രീതികളോ നമുക്ക് അവലംബിക്കേണ്ടി വരും. സർ, വിളിച്ചതിന് നന്ദി. കൊണ്ടോട്ടിയിൽ നിന്ന് ഷക്കീനയുണ്ട്. ഷക്കീന, സ്വാഗതം. ഡോക്ടറോട് സംസാരിച്ചോളൂ. ചോദിച്ചോളൂ. മൂത്രാശയത്തിന്റെ ഒരു ഭാഗത്ത് ഒരു വേദന, ഒരു സൂചികൊണ്ട് ഇങ്ങനെ കുത്തുപോലുള്ളൊരു വേദന വരുന്നുണ്ട്. അതിന്റെ അടിവയറ്റിലാണോ വേദന? അതാണോ ഉദ്ദേശിക്കുന്നത്? അടിവയറ്റിൽ വലതുവശത്ത്. ശരി. എന്നിട്ട് പിന്നെ ചിലപ്പോ മൂത്രം ഒഴിക്കുമ്പോൾ മറ്റെന്തെങ്കിലും അസ്വസ്ഥതകളുണ്ടോ? ചെറുങ്ങനെ ഒരു അസ്വസ്ഥത ഉണ്ട് ചില സമയത്ത്, എപ്പോഴും ഇല്ല. അപ്പൊ MRI സ്കാനിങ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. മൂത്രം ഒഴിക്കുമ്പോഴോ മൂത്രം ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷമോ വല്ല പുകച്ചിലോ മറ്റോ ഉണ്ടോ? വേദനയോ പുകച്ചിലോ മറ്റോ? മൂത്രം ഒഴിക്കുമ്പോ ചില സമയത്ത് ചിലപ്പോ മൂത്രത്തിന് ചെറുങ്ങനെ ഒരു പത പോലെ ഉണ്ടാവും. അപ്പൊ ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് അതിനൊന്നും കുഴപ്പമില്ല എന്നാ പറയുന്നത്. വയസ്സെത്രയാണ്? 57 വയസ്സ്. ഈ പ്രായത്തിലുള്ള സ്ത്രീകൾക്ക് സാധാരണഗതിയിൽ മൂത്രക്കുഴലിന്റെ അറ്റം ചുരുങ്ങി വരാറുണ്ട്. ഞാൻ എന്റെ ഹസ്ബൻഡിന് വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത്. ഓ ശരി, അത് ശരിയാവോ. 57 വയസ്സുള്ള പുരുഷനാണല്ലേ? അപ്പോൾ ഈ ഒരു വയസ്സിലുള്ള പുരുഷന്മാർക്ക് സാധാരണ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വലുതായി ഉണ്ടാവേണ്ട സാഹചര്യമുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്ക് മൂത്രം ഒഴിക്കുന്നതിന് തടസ്സമോ അല്ലെങ്കിൽ പലവട്ടം മൂത്രം ഒഴിക്കേണ്ടി വരികയോ ഇതുപോലെ പുകച്ചിലോ മറ്റോ ഉണ്ടായേക്കാം. അപ്പോൾ അത് വയറിൻ്റെ ഒരു അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യണം. പിന്നെ ഒരു യൂറോളജിസ്റ്റിനെ കാണിച്ച് പരിശോധനകളും മറ്റും നടത്തേണ്ടി വരും. അതിനുശേഷം കൃത്യമായ രോഗനിർണയം നടത്തി അതിന് ചികിത്സ നമ്മൾ ഉറപ്പാക്കേണ്ടതാണ്. ഷക്കിനെ വിളിച്ചതിന് നന്ദി. വടകരയിൽ നിന്ന് മിഥുൻ എന്ന പ്രേക്ഷകനുണ്ട്. മിഥുൻ, സ്വാഗതം. ഡോക്ടറോട് സംസാരിച്ചോളൂ. ഹലോ, ചോദിച്ചോളൂ. ഹലോ സാറേ. പിന്നെ ഹലോ പറഞ്ഞോളൂ. വിളിക്കുന്നത് എനിക്ക് മൂത്രമൊഴിക്കാൻ പത വരുന്നു. മൂത്രം ഒഴിക്കുമ്പോ പത. ഹലോ, മൂത്രം ഒഴിക്കുന്നതിന്റെ മൂത്രം ഒഴിക്കുമ്പോൾ സ്പീഡിനോ മറ്റോ കുറവുണ്ടോ? ഒരുപാട് മുക്കി ഒഴിക്കേണ്ടി വരുന്നുണ്ടോ തടസ്സമുള്ള പോലെ? അതില്ല. ഇടക്കിടക്ക് മൂത്രം ഒഴിക്കേണ്ടി വരുന്നുണ്ട്. നോക്കൂ പദർ, എത്ര വയസ്സെത്രയുണ്ട് അങ്ങക്ക്? 58. ശബ്ദത്തിലൊരു ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് ഒരു ഇടവേളയ്ക്ക് ശേഷം വളരെ വേഗം തിരിച്ചെത്താം. യൂറോളജി സംബന്ധമായ ക്യാൻസറുകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡോക്ടറോട് ചോദിക്കുന്നത്. നമുക്കൊപ്പം ഉള്ളത് തൃശ്ശൂർ അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ യൂറോ ഓങ്കോളജിസ്റ്റായ ഡോക്ടർ മിഥുൻ ഗോപാലകൃഷ്ണനാണ്. സർ, നമുക്ക് ചങ്ങനാശ്ശേരിയിൽ നിന്ന് ബ്ലെസൻ എന്ന പ്രേക്ഷകന്റെ കോളുണ്ട്. സർ, സ്വാഗതം. ഡോക്ടറോട് ചോദിച്ചോളൂ. സർ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ, എനിക്ക് 46 വയസ്സാണ്. ഹലോ, പറഞ്ഞോളൂ. ഹലോ, എനിക്ക് 46 വയസ്സുണ്ട്. മൂത്രത്തില് പത വരുന്നതാണ് എന്റെ പ്രശ്നം. എപ്പോഴൊഴിച്ചാലും മൂത്രത്തിൽ പത വരും. നേരത്തെ മുന്നേ ഒരു പ്രേക്ഷകൻ വിളിച്ചിരുന്നു. നേരത്തെ ഒരു പ്രേക്ഷകൻ ഇതേ സംശയം ഉന്നയിച്ച് വിളിച്ചിരുന്നു. നോക്കൂ, മൂത്രത്തിൽ പത വരുന്നത് 1-2 കാരണങ്ങൾ. ഒന്ന്, മൂത്രത്തിൽ പ്രോട്ടീൻ നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് മൂത്രത്തിൽ പതയായിട്ട് കാണാറുണ്ട്. അതല്ലെങ്കിൽ മൂത്രം ഒഴുകിപ്പോകുന്ന ഭാഗത്ത് എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിലും മൂത്രത്തിൽ പത സാധാരണ രീതിയിൽ കാണാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മൂത്രത്തിലും അതുപോലെ വയറിൻ്റെ സ്കാൻ പോലുള്ള ചില ടെസ്റ്റുകളും നമുക്ക് ചെയ്യേണ്ടി വന്നേക്കും.
ഒരു വിദഗ്ധ യൂറോളജിസ്റ്റിനെ സമീപിച്ച് കൃത്യമായ പരിശോധനകൾ, ശാരീരിക പരിശോധനകളും അതുപോലെ ടെസ്റ്റുകളും നടത്തി കൃത്യമായ രോഗനിർണയം നടത്തേണ്ടതാണ്. സർ, വ്യക്തമായെന്ന് വിചാരിക്കുന്നു. വിളിച്ചതിന് നന്ദി. നമുക്ക് സ്വിറ്റ്സർലാൻഡിൽ നിന്ന് ഡേവിസ് എന്ന പ്രേക്ഷകനുണ്ട്. സർ, സ്വാഗതം. ഡോക്ടർ ചോദിച്ചോളൂ. ഹലോ ഹലോ ഡോക്ടർ കേൾക്കുന്നുണ്ട് സർ, സംസാരിച്ചോളൂ. ഹലോ, കേൾക്കണ്ട്, പറഞ്ഞോളൂ. മിഥുൻ, ഡോക്ടർ, ഞാൻ കുറച്ച് കാലങ്ങളായിട്ട് പ്രോസ്റ്റേറ്റിന് ഞാൻ മരുന്നെടുക്കുന്ന ആളാണ്. എനിക്ക് 3 കൊല്ലം മുന്നേ അത് ക്യാൻസറായി. ഞാനത് റേഡിയേഷൻ കഴിഞ്ഞു, 21 റേഡിയേഷൻ കഴിഞ്ഞു. അതിന് പാരലായിട്ട് തന്നെ 21 പ്രാവശ്യം ഞാൻ ഇത് ചെയ്തു, റേഡിയേഷൻ. അതിനുശേഷം പാരലായിട്ട് തന്നെ ഹോർമോൺ ഇഞ്ചക്ഷൻ 2 കൊല്ലം ചെയ്തു. ഇപ്പൊ ഞാൻ സ്റ്റോപ്പ് ചെയ്ത് PSAയുടെ വാല്യൂ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സാർ, ഇപ്പൊ എന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ ഹോർമോൺ ഇഞ്ചക്ഷൻ നിർത്തിയിട്ട് 1 കൊല്ലമായി സാർ. ഇപ്പൊ ഇനി ഇത് മുന്നോട്ട് PSAയുടെ ഇത് കൂടുകയാണെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത് സാർ? നോക്കൂ, നമ്മുടെ റേഡിയേഷൻ ചികിത്സയും ഹോർമോൺ തെറാപ്പിയുടെ സമയവും നമ്മൾ 2 വർഷം ഹോർമോൺ ചെയ്തു. അതിനിടയിൽ നമ്മൾ റേഡിയേഷനും കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടാവും. എന്നിട്ട് എല്ലാ 3 മാസം കൂടുമ്പോഴും നമ്മൾ PSA ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം. PSA നമ്മുടെ ഒരു കുറച്ച് കാലത്തേക്ക് തുടർച്ചയായിട്ട് എവരി 3 മാസം കൂടുമ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് അത് അങ്ങനെ കുറേശ്ശെയായിട്ട് അത് ഒരു മുകളിലേക്ക് പോകുന്ന ട്രെൻഡ് ആണെങ്കിൽ നമുക്ക് വീണ്ടും ഇതിൻ്റെ സ്റ്റേജ് ചെയ്യാനുള്ള ടെസ്റ്റുകൾ ചെയ്യേണ്ടി വരും. പക്ഷേ PSA കോൺസ്റ്റൻ്റ് സ്ഥിരമായിട്ട് ഒരേ ലെവലിൽ തന്നെയാണ്, കൺട്രോളാണെങ്കിൽ നമുക്ക് PSA വാച്ച് ചെയ്തോ മാത്രം മതി. സർ, മറ്റെന്തെങ്കിലും ചോദിക്കാനുണ്ടോ? സാർ, ഇനി അത് മുന്നോട്ട് വരികയാണെങ്കിൽ PSA കൂടിയാൽ എന്താ ചെയ്യേണ്ടതെന്നാണ് എൻ്റെ ചോദ്യം. PSA കൂടിക്കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ശാരീരിക പരിശോധന നടത്തേണ്ടി വരും. PSMA പെറ്റ് സ്കാൻ പോലെ ഈ അസുഖത്തിൻ്റെ സ്റ്റേജും മറ്റും അറിയുന്നതിനുള്ള ടെസ്റ്റുകൾ ചെയ്യേണ്ടി വരും. അതിനുശേഷം അത് നമ്മൾ റീസ്റ്റേജ് ചെയ്ത് കൃത്യമായിട്ട് ആ സമയത്തുള്ള സ്റ്റേജ് എന്താണെന്ന് അറിഞ്ഞിട്ട് നമ്മൾ ചികിത്സകൾ വേണ്ടി വരും. യൂഷ്വലി ഹോർമോൺ ഇപ്പോൾ 2 വർഷത്തേക്കുള്ള ഹോർമോൺ തെറാപ്പി അല്ലേ നമ്മളെടുത്തത്. ഒരു പക്ഷേ വീണ്ടും കൂടുകയാണെങ്കിൽ നമുക്ക് സ്ഥിരമായിട്ട് നമുക്ക് ഹോർമോൺ തെറാപ്പി ചെയ്യേണ്ടി വരും. അതിനോടൊപ്പം തന്നെ അബേരാട്രോൺ എന്ന് പറയുന്ന ചില ഹോർമോണിൻ്റെ സെക്കൻഡറി ഹോർമോൺ ഗുളികകൾ, അത്തരത്തിലുള്ള ഗുളികകളും കഴിക്കേണ്ടി വരും. സർ, വ്യക്തമായെന്ന് വിചാരിക്കുന്നു. വിളിച്ചതിന് നന്ദി. അമ്പലപ്പുഴയിൽ നിന്ന് മോഹനൻ നായർ കൂടിയുണ്ട്. സർ, സ്വാഗതം. ഡോക്ടർ ചോദിച്ചോളൂ. നമസ്കാരം സാർ. നമസ്കാരം സാർ. നമസ്കാരം, പറഞ്ഞോളൂ. നമസ്കാരം, പറഞ്ഞോളൂ, കേൾക്കാനുണ്ട്. 5-6 മാസമായിട്ടുണ്ട് എന്റെ മൂത്രത്തിന് മഞ്ഞ നിറത്തിലാകും. എന്നാൽ ചില സമയത്ത് അത് ക്ലിയർ ആവും, അല്ലാത്ത സമയത്തൊക്കെ നല്ല മഞ്ഞ നിറമാണ്. അത് എന്താ ആണ് സാർ? മൂത്രത്തിന്റെ സ്വാഭാവികമായ നിറം എന്ന് പറയുന്നത്, നോക്കൂ, മൂത്രത്തിൻ്റെ സ്വാഭാവികമായ നിറം എന്ന് പറയുന്നത് ലൈറ്റ് മഞ്ഞ കളർ ഉണ്ടാവും. കാരണം മൂത്രത്തിലൊരു പിഗ്മെൻ്റ് ഉണ്ട്, യൂറോക്രോം എന്ന് പറഞ്ഞൊരു പിഗ്മെൻ്റ് ഉണ്ട്. അതൊരു ലൈറ്റ് മഞ്ഞ കളറാണ് അതിൻ്റെ നിറം. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ നല്ലോണം വെള്ളം കുടിക്കുകയാണെങ്കിൽ അത് ലൈറ്റായിട്ട് വരും. നമ്മൾ വെള്ളം ഒരു ദിവസം കുടിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കുറവാണെങ്കിൽ നല്ല ഡാർക്ക് മഞ്ഞയായിട്ടും വരാറുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ദിവസം ഒരു ശരാശരി 2.5 മുതൽ 3 ലിറ്റർ വരെ വെള്ളം നമ്മൾ സ്ഥിരം കുടിച്ചിട്ടും നമുക്ക് നല്ല ഡാർക്ക് കളറിലാണ് മൂത്രം പോകുന്നെങ്കിൽ മൂത്രത്തിലും മറ്റ് ബ്ലഡിലും ചില ടെസ്റ്റുകൾ നമുക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ അടുത്തുള്ള ഒരു വിദഗ്ധ യൂറോളജിസ്റ്റിനെ കാണിച്ച് അതിൽ എന്താണ് നമ്മുടെ ബുദ്ധിമുട്ടെന്നുള്ളതിൽ ഒരു വ്യക്തത വരുത്തേണ്ടതാണ്. സർ, മറ്റെന്തെങ്കിലും ചോദിക്കാനുണ്ടോ ഡോക്ടറോട്? വ്യക്തമായെന്ന് വിചാരിക്കുന്നു. വിളിച്ചതിന് നന്ദി. മഞ്ചേരിയിൽ നിന്ന് സജ്ജന കൂടിയുണ്ട്. സ്വാഗതം. ഡോക്ടറോട് ചോദിച്ചോളൂ. സാർ, എനിക്ക് 43 വയസ്സുണ്ട്. ഞാൻ ഷുഗർ പേഷ്യന്റ് ആണ്. ഹലോ, കേൾക്കാമോ സാർ? ഡോക്ടർ കേൾക്കുന്നുണ്ട് മാം, കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ഷുഗർ പേഷ്യന്റ് ആണ്. അപ്പൊ കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. 5 വർഷത്തോളായി ഷുഗർ. അപ്പൊ ഇപ്പൊ ഒരു ബാക്ക് പെയിൻ ഉണ്ട് ചെറുതായിട്ട്. അപ്പൊ അത് ഞാൻ ഡോക്ടറെ കാണിച്ചപ്പോ ഡോക്ടർ പറയുന്നത് അത് എല്ല് തേയ്മാനാണെന്നാ പറയുന്നത്. വേറെന്തെങ്കിലും ടെസ്റ്റ് ചെയ്യേണ്ടി വരും സാർ? എന്നിട്ട് അതിന്റെ ഈ തേയ്മാനത്തിന്റെ മരുന്നുകൾ, അതിന്റെ ചികിത്സകൾ ചെയ്തപ്പോ അസുഖം കുറവുണ്ടോ? ഉണ്ട്. ഇപ്പൊ വേദന ഒന്നും പാമ്പൊക്കെ എഴുതി തന്നിരുന്നു. അപ്പൊ അതൊക്കെ തേച്ചു. അപ്പൊ ഡെയിലി നൈറ്റ് ഒരു പ്രാവശ്യം ഞാൻ എന്തായാലും മൂത്രമൊഴിക്കാൻ എണീക്കും. ചെറിയ രീതിയിൽ പതകളൊക്കെ ഉണ്ടാവും. അത് ഷുഗറിന്റെ തന്നെ ആയിരിക്കുമോ? ഇനി വേറെ ടെസ്റ്റ് വേണ്ടി വരുമോ?
അതെ, പ്രമേഹമുള്ള രോഗികളിൽ മൂത്രം പതയായിട്ട് പോകുന്നുണ്ടെങ്കിൽ മൂത്രത്തിൽ ആൽബുമിൻ്റെ മൈക്രോ ആൽബുമിൻ എന്ന് പറയുന്ന ഒരു സംഗതിയുടെ ടെസ്റ്റൊക്കെ ചെയ്യേണ്ടതാണ് യഥാർത്ഥത്തിൽ. പ്രമേഹം കിഡ്നിയെ ബാധിക്കുന്നതിൻ്റെ തുടക്ക സ്റ്റേജിൽ നമ്മുടെ ക്രിയാറ്റിൻ്റെ അളവൊക്കെ ഒരുപക്ഷെ നോർമലായിരിക്കും. പക്ഷേ മൂത്രത്തിലൂടെ ഇത്തരം മൈക്രോ ആൽബുമിൻ എന്ന് പറയുന്ന ഒരു തരം പ്രോട്ടീൻ ഒരുപക്ഷെ നഷ്ടപ്പെടുന്നുണ്ടാവാം. അപ്പോൾ അങ്ങനെയുണ്ടെങ്കിൽ അതിൻ്റെ ടെസ്റ്റുകൾ ചെയ്യേണ്ടതാണ്. പിന്നെ പുറം വേദന എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ പുറം വേദന വരുന്നത് നടുവിൻ്റെ സ്ട്രെയിൻ കാരണം ഞരമ്പുകൾക്ക് വലിച്ചിലോ മറ്റോ ഉണ്ടാകുന്ന ന്യൂറാൾജിക് പെയിൻ ആവാനാണ് സാധ്യത. അതിൻ്റെ ചികിത്സ എടുത്തപ്പോൾ അത് മാറിയെങ്കിൽ വേറെ കൂടുതൽ ടെസ്റ്റുകളിലേക്ക് പോകേണ്ട കാര്യമില്ല. അതല്ലെങ്കിൽ സാധാരണഗതിയിൽ കിഡ്നിയിൽ കല്ലാണ് ഉദ്ദേശിക്കുന്നത്, അങ്ങനെ എന്തെങ്കിലും ടെസ്റ്റുകൾ ചെയ്യണമെന്നാണ് ചോദ്യമെങ്കിൽ അത്തരം വേദനയോട് അനുബന്ധമായിട്ട് ഒരു പക്ഷേ ഛർദിയോ അല്ലെങ്കിൽ വയറിൻ്റെ മുകൾ ഭാഗത്ത് നിന്ന് താഴേക്ക് നീങ്ങുന്ന തരത്തിലുള്ള കോളിക്ക് പെയിൻ, അതായത് വേദനയോ മറ്റോ ഉണ്ടാകേണ്ടതാണ്. അതൊന്നുമില്ല. ഇപ്പോൾ തേയ്മാനത്തിൻ്റെ മരുന്നെടുത്ത് നമ്മുടെ വേദന ശമിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വാച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. വേറെ കൂടുതൽ ടെസ്റ്റുകളിലേക്ക് ഇപ്പോൾ പോകണമെന്നില്ല. മൂത്രത്തിൽ പതയുണ്ടെങ്കിൽ തീർച്ചയായും മൂത്രത്തിൻ്റെ പ്രോട്ടീൻ്റെ മൈക്രോ ആൽബുമിൻ്റെ ടെസ്റ്റ് തീർച്ചയായും ചെയ്യേണ്ടതാണ് ഡയബറ്റീസ് ഉള്ള സ്ഥിതിക്ക്. സജ്ന വിളിച്ചതിന് നന്ദി. തലശ്ശേരിയിൽ നിന്ന് ചന്ദ്രൻ എന്ന പ്രേക്ഷകനുണ്ട്. സർ സ്വാഗതം, ഡോക്ടറോട് ചോദിച്ചോളൂ. സർ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ചോദിച്ചോളൂ. പറഞ്ഞോളൂ. സാറേ, പ്രോസ്റ്റേറ്റിന്റെ പ്രശ്നം 2-3 വർഷമായി. അപ്പോൾ റിസം തെറാപ്പി എന്നൊരു ഇതിനെപ്പറ്റി ഡോക്ടർ പറഞ്ഞു. അതിനെപ്പറ്റി ഒന്ന് അറിയാൻ പറ്റുമോ? റിസം തെറാപ്പി അഥവാ ഒരു നീരാവി ചികിത്സ ഇപ്പോൾ പുതിയതായിട്ട് പ്രോസ്റ്റേറ്റിൻ്റെ BPH എന്ന് പറയുന്ന അസുഖത്തിൻ്റെ പ്രോസ്റ്റേറ്റിൻ്റെ ക്യാൻസർ അല്ലാത്ത വലുതായി വരുന്ന അവസ്ഥ, അതാണ് ബിനൈൻ പ്രോസ്റ്റേറ്റിക് ഹൈപ്പർട്രോഫി BPH. ആ അവസ്ഥയിൽ പുതിയ ഒരു നവീന ചികിത്സാ രീതിയാണ് റീസം തെറാപ്പി. റീസം തെറാപ്പിക്ക് രോഗിയെ സംബന്ധിച്ചിടത്തോളം ഓപ്പറേഷൻ ചെയ്യുന്നതിൻ്റെ അത്ര ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നില്ല. പെട്ടെന്ന് തന്നെ ഈ ചികിത്സ ചെയ്ത് വീട്ടിലേക്ക് പോകാവുന്നതാണ്. മറ്റേ പ്രോസ്റ്റേറ്റിൻ്റെ TURP അല്ലെങ്കിൽ ഹോളപ്പ് എന്ന് പറയുന്ന ഓപ്പറേഷനൊക്കെ ചെയ്യുമ്പോൾ ഒരു പക്ഷേ 2, 3, 4 ദിവസമൊക്കെ ചിലപ്പോൾ ആശുപത്രിയിൽ ചിലവഴിക്കേണ്ടി വന്നേക്കാം. അത്രയും ദിവസം ഒരു പക്ഷേ റീസൺ ചെയ്യുമ്പോൾ ആശുപത്രിയിൽ തങ്ങേണ്ടി വരില്ല. പക്ഷേ റീസൺ ചെയ്യുമ്പോൾ ഉള്ള ഒരു ചെറിയൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ചിലപ്പോൾ ഒരു 5 അല്ലെങ്കിൽ 7 ദിവസത്തേക്ക് മൂത്രത്തിൽ ട്യൂബ് ഇട്ട് വെക്കേണ്ടി വരും ഈ നീരാവി ചികിത്സ റീസം തെറാപ്പി കഴിഞ്ഞ് കഴിഞ്ഞാൽ. കാരണം ചില നീർക്കെട്ടും കാര്യങ്ങളൊക്കെ ഈ ചികിത്സയ്ക്ക് ശേഷം കുറച്ച് ദിവസത്തേക്ക് 5-6 ദിവസത്തേക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് മാറുന്നത് വരെ മൂത്ര തടസ്സം ഉണ്ടാവാതിരിക്കാൻ ട്യൂബ് ഇട്ടേണ്ടി വെക്കേണ്ടി വരും. അതല്ലെങ്കിൽ നമ്മുടെ പ്രോസ്റ്റേറ്റ് ചികിത്സയിൽ പുതിയതായിട്ട് വരുന്ന ഒരു ചികിത്സാ രീതിയാണ് റീസം തെറാപ്പി. സർ വ്യക്തമായെന്ന് വിചാരിക്കുന്നു. വിളിച്ചതിന് നന്ദി. വിഴിഞ്ഞത്ത് മിനി കൂടി ചേരുന്നു. മാം സ്വാഗതം, ഡോക്ടർ ചോദിച്ചോളൂ. ഹലോ സാർ, എനിക്ക് പറഞ്ഞോളൂ, കേൾക്കണ്ട. ഹലോ സാർ, എനിക്ക് വയറിന്റെ ഇടത് ഭാഗത്തൊരു വേദനയുണ്ട്. പക്ഷെ ഇപ്പൊ മൂത്രം ഒഴിക്കുമ്പോൾ ഒരു നീറ്റലും പുകച്ചിലൊക്കെ ഉണ്ട്. സാർ, എനിക്ക് 47 വയസ്സായി. ഞാൻ മൂത്രം ഒഴിക്കുമ്പോഴത്തേക്ക് അതിനാണെങ്കിൽ ഒരു നീറ്റലും പുകച്ചിലൊക്കെ ഉണ്ട്. മൂത്രം ഒഴിക്കുമ്പോൾ ഞാൻ വയറിലൊരു വേദനയുണ്ട്. അതിനോടനുബന്ധമായിട്ട് വല്ല പനിയോ മറ്റോ ഉണ്ടോ? ഇല്ല, പനിയൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് ഒരു തളർച്ച ക്ഷീണവും ഉണ്ടാവും. എത്ര കാലമായി ഈ ബുദ്ധിമുട്ട് തുടങ്ങിയിട്ട്? എത്ര കാലമായി ബുദ്ധിമുട്ട് തുടങ്ങിയിട്ട്? ഒരാഴ്ച ആയതേ ഉള്ളൂ. പിന്നെ നേരത്തെ സ്കാനിങ് ചെയ്തപ്പോ സ്റ്റോണിന്റെ ചെറിയ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു. ഒരാഴ്ചയെ മാത്രമേ ഉള്ളൂ പുകച്ചിലും നീറ്റിലുണ്ടെങ്കിൽ ഒരു പക്ഷേ മൂത്രത്തിലുള്ള ഇൻഫെക്ഷൻ ഇതുപോലെ വരാറുണ്ട്. എന്തായാലും നമുക്ക് ഒരു ഡോക്ടറെ കാണിച്ച്, ഒരു യൂറോളജി ഡോക്ടറെ കാണിച്ചിട്ട് മൂത്രത്തിൻ്റെ ടെസ്റ്റുകൾ, കൾച്ചർ പോലുള്ള ടെസ്റ്റുകൾ, യൂറിൻ റുട്ടീൻ എക്സാമിനേഷൻ, കൾച്ചർ അതുപോലുള്ള ടെസ്റ്റുകൾ ചെയ്ത് മൂത്രത്തിൽ ഇൻഫെക്ഷൻ ആണോ അല്ലയോ എന്നുള്ളത് നമുക്ക് തീരുമാനിക്കേണ്ടതാണ്. എന്തായാലും തീർച്ചയായും അടുത്തുള്ള ഒരു യൂറോളജി ഡോക്ടറെ കാണിച്ച് അതിൻ്റെ വ്യക്തമായ ചികിത്സ എടുക്കേണ്ടതാണ്. മാം വ്യക്തമായെന്ന് വിചാരിക്കുന്നു. വിളിച്ചതിന് നന്ദി. തൊടുപുഴയിൽ നിന്ന് സാജു കൂടിയുണ്ട്. സർ സ്വാഗതം, ഡോക്ടർ ചോദിച്ചോളൂ. സാറേ, ഈ മൂത്രം ഒഴിക്കുമ്പോൾ ശരിക്കും പതയുന്നുണ്ട്. എനിക്ക് ഷുഗറൊന്നുമില്ല. ഹലോ, പത വരുന്നത് ഉള്ള 1-2 കാരണങ്ങൾ. ഒന്ന്, മൂത്രത്തിൽ പ്രോട്ടീൻ്റെ അംശം പോകുന്നുണ്ടെങ്കിൽ പത ഉണ്ടാവാറുണ്ട്. അതല്ലെങ്കിൽ മൂത്രം പുറത്തേക്ക് പോകുന്ന വഴികളിൽ മൂത്രക്കുഴലിലോ മറ്റോ ഉണ്ടാകുന്ന ചുരുക്കം, അതല്ലെങ്കിൽ പ്രോസ്റ്റേറ്റിൻ്റെ വലുതായിട്ടുണ്ടാകുന്ന ചെറിയ തടസ്സം, ഇതെല്ലാം തന്നെ മൂത്രം പതഞ്ഞു പോകുന്നതിന് കാരണങ്ങളാണ്.
തീർച്ചയായിട്ടും ഒരു യൂറോളജിസ്റ്റിനെ കണ്ടിട്ട് കൃത്യമായിട്ട് ആ രോഗനിർണയം നടത്തി അത് എന്താണ് കാരണമെന്ന് മനസ്സിലാക്കേണ്ടതാണ്. എന്ന് വിചാരിക്കുന്നു. ഡോക്ടർ, നമുക്ക് സമയം ഏതാണ്ട് അവസാനിക്കാനായി. ഡോക്ടർ, ഇപ്പോൾ നമ്മൾ വളരെ വിശദമായൊരു ടോപ്പിക്കാണ്, ഒരുപാട് പ്രേക്ഷകർ വിളിക്കുകയും ചെയ്തു. മൂത്രസംബന്ധമായ അസുഖങ്ങൾ ദീർഘകാലമായി നിലനിൽക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. ഡോക്ടർ, ഇപ്പോൾ നമ്മൾ തുടക്കത്തിൽ സംസാരിച്ചു തുടങ്ങിയത് അർബുദത്തെക്കുറിച്ചാണ്. നമ്മൾ നിസ്സാരവൽക്കരിക്കപ്പെടുന്ന പല ലക്ഷണങ്ങളും ചിലപ്പോൾ മാരകമായ അർബുദത്തിൻ്റെയൊക്കെ ലക്ഷണമായേക്കാം. അപ്പോൾ ഡോക്ടർ, ഇപ്പോൾ ഒരു ഓങ്കോളജിസ്റ്റ് എന്ന നിലയിൽ കൂടി നമ്മൾ ഈ സംസാരിച്ചു വന്ന ടോപ്പിക്കിനെ എങ്ങനെയാണ് ലക്ഷണങ്ങളിൽ നിന്ന് എപ്പോഴാണ് കൃത്യമായ പരിശോധനകൾ നടത്തേണ്ടത്, എങ്ങനെയാണ് അതിൻ്റെ ചികിത്സ? നോക്കൂ, നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന യൂറോളജി സംബന്ധമായ ക്യാൻസർ പ്രോസ്റ്റേറ്റ് ക്യാൻസറാണ്. പ്രോസ്റ്റേറ്റ് ക്യാൻസറിനും ക്യാൻസർ അല്ലാത്ത പ്രോസ്റ്റേറ്റിൻ്റെ ബുദ്ധിമുട്ടുകളും ലക്ഷണങ്ങൾ ഏകദേശം ഒരുപോലെയായിരിക്കും. അതായത് മൂത്രം ഒഴിക്കുന്നതിനുള്ള തടസ്സം, പലവട്ടം മൂത്രം ഒഴിക്കാൻ പോവുക, മൂത്രം പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥ, മൂത്രം ഒഴിക്കുമ്പോഴോ ഒഴിച്ചു കഴിഞ്ഞ ശേഷമോ നീറ്റം, ഇതെല്ലാം തന്നെ പ്രോസ്റ്റേറ്റ് ക്യാൻസറിനും ക്യാൻസർ അല്ലാത്ത പ്രോസ്റ്റേറ്റിൻ്റെ വലിപ്പം വയ്ക്കുന്ന BPH എന്ന് പറയുന്ന അവസ്ഥയ്ക്കും ഒരുപോലെയാണ്. എന്തായാലും ഈ ലക്ഷണങ്ങളുണ്ടെങ്കിൽ ഒരു വിദഗ്ധനായ യൂറോളജിസ്റ്റിനെയോ യൂറോ ഓങ്കോളജിസ്റ്റിനെയോ കാണിച്ച് അതിൻ്റെ കൃത്യമായിട്ടുള്ള ഡയഗ്നോസിസ് നമ്മൾ നടത്തേണ്ടതാണ്. പിന്നെ മറ്റൊരു ക്യാൻസർ നമ്മുടെ കേരളത്തിൽ കൂടുതലായിട്ട് കാണുന്നത് മൂത്രസഞ്ചിയിലെ ക്യാൻസറാണ്. അതിന് തീർച്ചയായിട്ടും മൂത്രം ഒഴിക്കുമ്പോൾ രക്തമോ മറ്റോ പോകാറുണ്ട്. അങ്ങനെ മൂത്രം ഒഴിക്കുമ്പോൾ രക്തം വരിക, അല്ലെങ്കിൽ മൂത്രത്തിൽ ഈ പറയുന്ന പോലെ മൂത്രത്തിൽ പുകച്ചിലുണ്ടാവുക, മൂത്രം ഒഴിക്കുന്നതിന് തടസ്സമുണ്ടാകുക, ഇത്തരം സാഹചര്യം ഉണ്ടായാൽ നമ്മൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കണ്ട് സാധാരണ രീതിയിൽ അൾട്രാസൗണ്ട് സ്കാനും രക്തത്തിലെ ചില പരിശോധനകളും ഒക്കെ നടത്തി അതിലൊരു വ്യക്തത വരുത്തേണ്ടതാണ്. വ്യക്തമാണ് ഡോക്ടർ, വളരെയധികം നന്ദി. വളരെ വിശദമായി നമ്മളോട് സംസാരിച്ചു. പ്രോഗ്രാമിലേക്ക് വിളിച്ച എല്ലാ പ്രേക്ഷകർക്കും നന്ദി. ഡോക്ടറോട് ചോദിക്കാൻ പ്രോഗ്രാം അവസാനിക്കുകയാണ്.